രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ ഈ ഉറങ്ങാൻ കട്ടിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ 1000 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നോ? അവൻ എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിച്ചത്? നാളെ മറ്റേ കാര്യം എന്ത് സംഭവിക്കും? ഇങ്ങനെയൊക്കെ കുറെ ചിന്തകൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാറുമുണ്ട്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഈ 90% കാര്യങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓവർ തിങ്കിങ്ങിനെ പറ്റിയാണ്. ഈ ഓവർ തിങ്കിങ് ചെയ്താലൊന്നും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണണമെന്നില്ല. അത് ഈ പ്രോബ്ലംസിനെ നമ്മൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യലാണ്. നമുക്കപ്പോൾ വീണ്ടും വീണ്ടും ഈ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കയ്യിൽ അതിനൊരു കൺട്രോൾ ഉണ്ടെന്ന് കരുതി ചിന്തിക്കുന്നതാണ് ഈ ഓവർ തിങ്കിങ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഇതെല്ലാം വെറുതെയാണ്, ഇങ്ങനെയൊന്നും അല്ല നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. എപ്പോഴും കൂളായിട്ട് നടക്കാൻ പഠിക്കണം. നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കേണ്ട ആളല്ല നമ്മൾ. നമ്മൾ പറയുന്നതാണ് മനസ്സ് കേൾക്കേണ്ടത്. ചില തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ സ്പാം മെസ്സേജസ് ഒക്കെ പോലെയാണ്. ആവശ്യമില്ലാതെ വലിഞ്ഞേറി വരുന്ന ഈ മെയിൽ അറിയാലോ, സ്പാം മെസ്സേജസ്. ആ വരുന്ന സ്പാം തോട്ട്സിനെ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതൊക്കെ അപ്പോഴേ കളഞ്ഞേക്കണം. നാളെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് അനുഭവിച്ച് തീർക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ജീവിക്കണം. നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഇന്ന് മുന്നിലുള്ള ഈ നിമിഷം മാത്രമാണ്. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. ഓവർ തിങ്കിങ് നിർത്തുമ്പോൾ ജീവിതവും ശാന്തമാകും. ഇതൊക്കെ എനിക്ക് നല്ല വശമാണെന്നായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാനും ട്രൈ ചെയ്യുന്നു.